ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഓഹരി വിപണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്റ്റോക്ക് ബ്രോക്കറിനെ സമീപിച്ച് അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ കുറേയധികം സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് സെറോദ എന്നുള്ളതൊരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ഇവിടുത്തെ ഫീസൊക്കെ തന്നെ വളരെ കുറവാണ്. സെറോദയിൽ എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം ഈ ഒരു ഇൻ്റർഫേസിലാണ് എത്തുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതി വെച്ചോണം. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് 18 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടാവണം. പിന്നെ സ്വന്തമായിട്ടൊരു പാൻ കാർഡ് ഉണ്ടാവണം. ആധാർ കാർഡ് മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. വെള്ള പേപ്പർ ഒരു 2 വേണം. അതിൻ്റെ ഒപ്പം ബാങ്ക് അക്കൗണ്ടും കൂടി വേണം. ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുക. കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP വെച്ച് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മുടെ പേരും ഇമെയിൽ അഡ്രസ്സും അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മെയിൽ ഐഡിയിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 7 സ്റ്റെപ്പാണുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ പാൻ നമ്പർ അടിച്ചു കൊടുക്കുക. ഇവിടെ പാൻ നമ്പർ ഉള്ളതുപോലെ തന്നെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ 200 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം സെറോദയിൽ അക്കൗണ്ട് ഓപ്പണിങ്ങിന് 200 രൂപയാണ് ഫീസ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ ഇക്വിറ്റി മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. പിന്നീട് നമുക്ക് വേണമെങ്കിൽ F&Oയും ഡെപ്റ്റും കറൻസിയും കൊമ്മോഡിറ്റിയൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എന്ത് വെച്ചിട്ടാണോ നമ്മൾ പേ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. 2 ഓപ്ഷനാണുള്ളത്, UPI വെച്ചിട്ട് അല്ലെങ്കിൽ കാർഡ് ഓർ നെറ്റ് ബാങ്കിങ് വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ UPI വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഏത് UPI ID എന്നാണ് നിങ്ങൾ പേ ചെയ്യുന്നത് ആ ഒരു UPI ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം പേ ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ് ടൈം ഉണ്ടാവും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിൽ നിന്നും പേ ചെയ്യേണ്ടതാണ്. പേയ്മെൻറ്റ് ആയി എന്നുള്ള കാര്യം ഇവിടെ കാണിക്കും. അതിനുശേഷം ഇതെല്ലാം ഉറപ്പ് വരുത്തുക. ഇനി വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അപ്ഡേറ്റ് അഡ്രസ് ആസ് ഓൺ ആധാർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. ഇവിടെ മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നുള്ള കാര്യം ക്ലിക്ക് ചെയ്യുക. ഇവിടെ അമ്മയുടെ ഫസ്റ്റ് നെയിം, അമ്മയുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇവിടെ ആനുവൽ ഇൻകം എത്രയാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് എത്രയാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ന്യൂ എന്നുള്ളത് കൊടുക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് സെക്യൂരിറ്റി സെറ്റിൽമെൻറ്റ് പ്രിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് വൺസ് എവരി കലണ്ടർ ക്വാർട്ടർ അത് തന്നെ കൊടുക്കാവുന്നതാണ്. ഒക്യുപ്പേഷൻ എന്താണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യണം. ബിസിനസ് ആണോ, ഹോം മേക്കർ ആണോ, പ്രൊഫഷണൽ ആണോ, സ്റ്റുഡൻ്റ് ആണോ തുടങ്ങി നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ കാര്യം ഇവിടെ കൊടുക്കണം. ഇവിടെ ആ ഒരു പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ എന്നുള്ള സ്ഥലത്ത് നോ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യണം. അത്രയും കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ബാങ്കിൻ്റെ IFSC കോഡ് കൊടുക്കുക. ഇവിടെ MICR കോഡ് കൊടുക്കുക. ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അത് വീണ്ടും കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഈ ഒരു ചെക്ക് ബോക്സ് ഒക്കെ ടിക്ക് ചെയ്യുക. ഇതെല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം ഈ അഡ്രസ്സൊക്കെ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ വെബ്കാം വെരിഫിക്കേഷനാണ് ചോദിക്കുന്നത്. ഈ കാണുന്ന കോഡ് ഇപ്പോൾ എനിക്ക് 8522 എന്ന് പറയുന്നൊരു കോഡാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കത് വേറൊരു കോഡായിരിക്കും. അപ്പോൾ ആ ഒരു കോഡ് ഈ ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം ഇതേപോലെ ഒരു ഫോട്ടോ എടുക്കണം. സാമ്പിൾ പോസ് ഇതാണ് ഒരു സാമ്പിൾ പോസ്. ഇതേപോലെ ഒരു ഫോട്ടോ, സെൽഫി ഫോട്ടോ എടുക്കണം. വെബ് ക്യാം നമുക്ക് ഓൺ ചെയ്യാം. വെബ് ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് അലോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. ഓക്കെ ആയിക്കഴിഞ്ഞാൽ കൺഫേം എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. 6ാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഇൻകം പ്രൂഫ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, പിന്നീട് വേണം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇൻകം പ്രൂഫായിട്ട് 6 മാസത്തെ ബാങ്ക് സെറ്റിൽമെൻറ്റ്, ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ്, ITR അക്നോളജ്മെൻറ്റ്, ഇങ്ങനത്തെ കുറേ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. അത് എപ്പം വേണം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ F&Oയിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ മാത്രം ഇത് കൊടുത്താൽ മതി. ഇക്വിറ്റി സ്റ്റോക്സ് മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നീട് വേണമെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിലവിൽ ഞാൻ കൊടുക്കുന്നില്ല. ഇവിടെ സിഗ്നേച്ചർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബ്ലാങ്ക് പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്യണം. ഒരു പെന്ന് വെച്ചിട്ട് സൈൻ ചെയ്തിട്ട് അതിൻ്റെ പിക്ചർ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചറും ഈ പാനിൻ്റെ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ നോമിനിയുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ നോമിനിയുടെ ഡീറ്റെയിൽ ആഡ് നോമിനി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ നോമിനിയുടെ കാര്യങ്ങളെല്ലാം കൊടുത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇവിടെ നോമിനിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നോമിനിയുടെ ഇമെയിൽ, നോമിനിയുടെ മൊബൈൽ നമ്പർ, അതേപോലെ നിങ്ങൾ നോമിനിയുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, പിന്നെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കും. ഇനി ഇത് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് ഞാനിപ്പോൾ സ്കിപ്പ് ഫോർ നൗ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇ സൈൻ ആണ്. ഇ സൈൻ ചെയ്യാൻ വേണ്ടി ഇ സൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഈ സൈൻ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു ഐ ഹിയർ ബൈ ഓതറൈസ് എന്നുള്ള ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം VID ആധാർ എന്ന് പറയുന്ന ഈ കോളത്തിൽ നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം സെൻഡ് OTP എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. യുവർ പ്രൊഫൈൽ ഹാസ് ബീൻ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും സൈൻ നൗ എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ശേഷം സെൻഡ് OTP എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡോക്യുമെൻറ്റ് സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഫിനിഷ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 72 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ID-യും പാസ്വേഡും എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.